ജോമിമ റോഡ്രിഗ്സ്, ഒരു സ്വപ്നത്തിൻ്റെ ബാറ്റ് സ്പർശം. ഒരു കൊല്ലുന്ന പെൺകുട്ടി, മുംബൈയിലെ ഒരു മധ്യവർഗ കുടുംബത്തിൽ നിന്നുള്ളവൾ. സ്വന്തം ആങ്ങളന്മാരുടെ കൂടെ ബാറ്റ് തട്ടി കളിച്ച കുട്ടിക്കാലം. അവൾക്ക് നേരിടേണ്ടി വന്നത് ഒട്ടനവധി പരീക്ഷണങ്ങളാണ്. തൻ്റെ അച്ഛനെ മതം മാറ്റക്കാരനാക്കി ക്രിക്കറ്റ് ക്ലബിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഒടുവിൽ ആ അച്ഛനെ ചേർത്ത് പിടിച്ച് ജോമിമ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച നിമിഷമായിരുന്നു വ്യാഴാഴ്ച നവി മുംബൈയിലെ ഡോക്ടർ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത്. വനിതാ ലോകകപ്പിൽ പരാജയം എന്തെന്നറിയാത്ത കരുത്തരായ ഓസ്ട്രേലിയ ഉയർത്തിയ 338 എന്ന വിജയലക്ഷ്യം 9 പന്തുകൾ ബാക്കി നിൽക്കെ വിജയത്തിലേക്ക് ഓടിക്കയറിയത് ഒരു ബാറ്റും ഒരു സ്വപ്നവുമാണ്. അവളുടെ ലോകം, ആ സ്വപ്നം ഒരു ദിവസം ഇന്ത്യക്കായി കളിക്കണം, ഇന്ത്യയെ ജയിപ്പിക്കണം. വേനലിന്റെ ചൂടോ മഴയുടെ തണുപ്പോ ഒന്നും അവളെ തടഞ്ഞില്ല. പെൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ചിരിച്ചു. പക്ഷേ അവൾ ചിരിച്ചു, തിരിച്ചടിച്ചു. തന്റെ മിന്നുന്ന പ്രകടനത്തിലൂടെ കാലം കടന്നു. ഇന്ന് അതേ പെൺകുട്ടിയാണ് ലോകം മുഴുവൻ കൈയടിക്കുന്ന പേര്, ജോമിമ റോഡ്രിഗ്സ്. വനിതാ വേൾഡ് കപ്പ് ഓസ്ട്രേലിയക്കെതിരായ സെമിഫൈനൽ. സാഹസത്തിന്റെയും സമ്മർദ്ദത്തിന്റെയും നിമിഷം. ആൺപെരുമ മാത്രം ക്രിക്കറ്റിൽ കണ്ട ഇന്ത്യൻ ജനത ടിവിക്ക് മുൻപിൽ ശ്വാസം പിടിച്ചിരുന്ന ഒരു രാത്രി. അടുത്ത കാലത്തൊന്നും പുരുഷന്മാരുടെ ക്രിക്കറ്റിൽ പോലും ഇത്രയും ആവേശകരമായ മത്സരം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇത് വെറുമൊരു ക്രിക്കറ്റ് വിജയം മാത്രമായിരുന്നില്ല. ലോക ക്രിക്കറ്റിലെ അതികായകന്മാരായ, പലപ്പോഴും നമ്മെ വേദനിപ്പിച്ച ചരിത്രമുള്ള ഓസ്ട്രേലിയയ്ക്ക് മുന്നിൽ പതറാതെ, തളരാതെ, തകർന്നടിയാതെ നെഞ്ചും വിരിച്ചു നിന്ന് നേടിയെടുത്ത വിജയമാണിത്. പ്രതികാരമായിരുന്നില്ല, മറിച്ച് ഞങ്ങളും വരുന്നു എന്ന ആത്മാവിൽ തൊട്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. ആ പ്രഖ്യാപനത്തിന് ചുക്കാൻ പിടിച്ചത് ഒരു വീരവനിതയാണ്. ക്രീസിൽ ഒരു കവിത വിരിയുന്ന ലാഘവത്തോടെ ബാറ്റ് വീശിയ ജോമിമ റോഡ്രിഗ്സ്. ഇന്ത്യക്ക് വേണ്ടിയുള്ള അവളുടെ കണ്ണുകളിൽ ഒരു തീയുണ്ടായിരുന്നു. പന്ത് പന്തായി, ക്ഷമയോടെ, ആത്മവിശ്വാസത്തോടെ അവൾ കളിച്ചു പോരാടി. ഒറ്റ ലക്ഷ്യം, 127 റൺസ്, അത്ഭുതകരമായ ഒരു സെഞ്ചുറി. പക്ഷേ അവൾ അത് ആഘോഷിച്ചില്ല. കാരണം അവളുടെ ഹൃദയത്തിൽ ഒരേ ഒരു ആഗ്രഹം മാത്രം, ഇന്ത്യ ജയിക്കണം. 339 റൺസ് എന്ന കൂറ്റൻ വിജയ ലക്ഷ്യത്തിലേക്കുള്ള കഠിനമായ യാത്ര. മത്സരം കഴിഞ്ഞപ്പോൾ അവൾ 2 കാര്യം കണ്ണു നിറഞ്ഞു പറഞ്ഞു. ഇത് എൻ്റെ 100 റൺസിനെ കുറിച്ചല്ല, ഇത് ഇന്ത്യയുടെ ജയത്തെക്കുറിച്ചാണ്. കൂടാതെ ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്ത്സ് മീ, ഫിലിപ്പിയൻസ് 4:13 ചാപ്റ്റർ. ഈ പറഞ്ഞതിൽ ജാതി മത ഭ്രാന്ത് പിടിച്ചവർ പലതരത്തിൽ ഇതിനെ പല വീക്ഷണകോണുകളോടെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ആത്യന്തികമായി ഇന്ത്യയുടെ വിജയം തന്നെയല്ലേ നമ്മൾക്ക് നോക്കേണ്ടത്. വിജയം അത്രമേൽ മനോഹരമാക്കുന്നത് അത് വ്യക്തിപരമല്ലാതെ ദേശത്തിനായി സമർപ്പിക്കുമ്പോഴാണ്. അവളുടെ വിശ്വാസം അത് പ്രഖ്യാപിക്കാനുള്ള അവസരമായി അവൾ എടുത്തു എന്നുള്ളത് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ഇന്ത്യയിലെ ഏതൊരു പൗരന്റെയും അവകാശം മാത്രമാണ് അവർ ഉപയോഗിച്ചത്. ജോമിമയുടെ സെഞ്ചുറി വെറും സ്കോർ കാർഡിൽ കാണുന്ന ഒരു സംഖ്യയല്ല, അത് ധൈര്യത്തിന്റെ അടയാളം, പാരമ്പര്യത്തിന്റെ പുതു അധ്യായം. ഈ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ ഉണർവ്, ഈ വിജയം പുരുഷന്മാരുടെ നിഴലിൽ ഒതുങ്ങിപ്പോയിരുന്ന വനിതാ ക്രിക്കറ്റിന് ലഭിച്ച ഏറ്റവും വലിയ ആദരവാണ്. ഗ്രാമങ്ങളിലെ കൊച്ചു വഴികളിൽ ക്രിക്കറ്റ് ബാറ്റുമായി നടക്കുന്ന ഓരോ പെൺകുട്ടിക്കും ഇത് നൽകുന്ന പ്രചോദനം ചെറുതല്ല. നിനക്കിത് സാധിക്കും എന്ന് അവരോട് പറയുന്ന, ആത്മാവിൽ തൊടുന്ന ഒരു സന്ദേശമാണിത്. ഇന്ത്യൻ വനിതകൾ ഫൈനലിലേക്ക് നടന്നു കയറുമ്പോൾ അത് ചരിത്രത്തിലേക്കുള്ള ഒരു പദയാത്രയാണ്. കിരീടം ഇനിയൊരു ചുവട് മാത്രം അകലെയാണ്. ഫലം എന്തുമാവട്ടെ, ഓസ്ട്രേലിയക്കെതിരായ ഈ വീരോചിത വിജയം ഇന്ത്യൻ കായിക ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത് വെറും ഒരു ജയമായിരുന്നില്ല, ഇതൊരു ജനതയുടെ പ്രാർത്ഥനയായിരുന്നു, ഇതൊരു നാടിന്റെ അഭിമാനമായിരുന്നു. ഓരോ പെൺകുട്ടിയോടും അവൾ പറയുന്ന സന്ദേശം ഒന്ന്: സ്വപ്നം കാണാൻ മടിക്കരുത്. നിനക്ക് ബാറ്റുണ്ടെങ്കിൽ ലോകം നിന്റെ പിച്ചാകും.